നമസ്കാരം. ഇന്ന് അന്തർദേശീയ യോഗ ദിനം. ഈ യോഗ ദിനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്താണ് യോഗ എന്നും എന്തിനാണ് യോഗ എന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സമകാലികമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ യോഗ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കേവലം യോഗാസനമാണ്. കേവലം യോഗാസനത്തെക്കുറിച്ചല്ല ഭാരതം യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു പക്ഷേ പലരും ജീവിതശൈലീ രോഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടും വ്യായാമമുറ എന്ന നിലയ്ക്കും യോഗയെ സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ തെറ്റൊന്നുമില്ല. മറിച്ച് യോഗ എന്ന കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ യോഗ എന്നത് ജീവിത രീതിയാണ്. ഭാരതത്തിൻ്റെ തനതായ സാംസ്കാരിക മൂല്യമുള്ള ജീവിത രീതിയാണ് യോഗ. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് UN പ്രതിനിധി സഭയിൽ അന്തർദേശീയ യോഗ ദിനം അംഗീകരിക്കപ്പെട്ട് ജൂൺ 21 ആചരിക്കാം എന്ന് തീരുമാനിച്ചതിന് ശേഷം ഇന്ന് ലോകത്തിലുള്ള 300ഓളം രാഷ്ട്രങ്ങൾ യോഗയെ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അതേ സമയത്ത് ചില ഭൗതികവാദികൾ, ചില സാംസ്കാരിക വിരോധികൾ, സാംസ്കാരിക വിദ്വേഷകന്മാർ പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് യോഗയെ നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷെ അവർക്കും യോഗ സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് ആഗോളതലത്തിൽ കോവിഡ് മഹാമാരി വ്യാപിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിലും യോഗയുടെ പ്രാധാന്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, കേവലമായ യോഗാസനമോ യോഗാഭ്യാസമോ അല്ല യോഗ എന്ന് നാം തിരിച്ചറിയണം. വൈദികമായിട്ടുള്ള നമ്മുടെ സംസ്കൃതി, ഭാരതത്തിൻ്റെ ദേശീയത, അത് കേവലം മതമല്ല എന്നുള്ളതാണ് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത്. ഈ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ടുള്ള വേദങ്ങളിൽ നിന്നാണ് ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം എന്നിങ്ങനെയുള്ള വൈദിക സംസ്കൃതിയിൽ നിന്ന് ഷഡ്ദർശനങ്ങളുണ്ടായി. സാഖ്യം, വൈശേഷികം, ന്യായം, യോഗ, ഉത്തരമീമാംസ, പൂർവമീമാംസ. ഇങ്ങനെയുള്ള ദർശനങ്ങളിൽ യോഗശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ആയുർവേദവുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു ദർശനമെന്ന് പറയാം. ആയുസ്സിനെ സംബന്ധിക്കുന്ന വേദമാണ് ആയുർവേദം. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഋഗ്വേദത്തിലും സമാനമായി തന്നെ അഥർവവേദത്തിലുമുണ്ട്.
അതുകൊണ്ട് ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് എന്ന് പറയുമ്പോഴും ആയുർവേദം അഥർവവേദത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. ഈ യോഗശാസ്ത്രത്തെ എന്തുകൊണ്ടാണ് ആയുർവേദവുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണമെന്ന് ചിന്തിക്കുക. ആദ്യമേ ഞാൻ സൂചിപ്പിച്ചു, ഇതൊരു ജീവിത രീതിയാണ്, കേവലമായ ആസനമോ അഭ്യാസമോ അല്ല. യോഗശാസ്ത്രത്തിൻ്റെ ഋഷിയായിട്ടുള്ള ദാർശനികനായ പതഞ്ജലി മഹർഷി, യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, യോഗ ചിത്തവൃത്തി നിരോധ എന്ന്. ചിത്തം മനസ്സിൻ്റെ ഭാഗങ്ങളിലൊന്നാണ്. ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് മനസ്സിനുള്ളത്. ഇതിൽ ചിത്തമാണ് പലതരത്തിലും മനുഷ്യ ജീവിതത്തിനെ വഴിതെറ്റിക്കുന്നത് എന്ന് പറയാം. മനസ്സാണ് പ്രധാനം, ഇച്ഛയാണ് പ്രധാനം എന്ന് ശ്രീകണ്ഠൻ നായർ തൻ്റെ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തിൽ പറയുന്നത് പോലെ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മനസ്സാണ് എന്ന് തിരിച്ചറിയണം. ഇന്നും ആധുനിക ശാസ്ത്രം മനസ്സിനെയാണ് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുർവേദത്തിലായാലും മറ്റ് ആധുനിക വൈദ്യശാസ്ത്ര മേഖലകളിലായാലും മനസ്സിൽ നിന്നാണ് ഇന്ന് കാണുന്ന 70% രോഗങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന് ശാസ്ത്രീയമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും തീരുമാനിച്ചിരിക്കുകയാണ്. സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നാണ് അതിന് പറയുന്നത്. മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് വരുന്നത്. ലാറ്റിൻ പദമായിട്ടുള്ള സൈക്ക്, സൊമ ഇങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥം തന്നെ അതാണ്. അപ്പോൾ മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് എങ്ങനെ വ്യാപിക്കുന്നു എന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ യുഗസഹസ്രങ്ങൾക്ക് മുൻപാണ് ഭാരതം മനസ്സിനെ കുറിച്ച് പഠിച്ചത്. ആ മനസ്സിനെ നിയന്ത്രിക്കാനും ചിത്തവൃത്തികളെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള ഒരു രീതിയാണ് യോഗ. ഈ യോഗശാസ്ത്രത്തിൽ പതഞ്ജലി അഷ്ടാംഗ മാർഗങ്ങളാണ് അവതരിപ്പിക്കുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. ഈ അഷ്ടാംഗ മാർഗങ്ങളിൽ തന്നെ യമനിയമങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന മാനസിക വിഭ്രാന്തികളോ ആത്മഹത്യകളെന്ന് നാം പറയുന്ന സ്വഹത്യകളോ അസ്വസ്ഥതകളോ കൊലപാതകങ്ങളോ പോലും സമൂഹത്തെ ബാധിക്കില്ല. അഹിംസ എന്ന് പറയുന്ന ആദ്യ ഭാഗം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സ വാച കർമ്മണ, അഹിംസയിൽ അടിയുറച്ച ഒരു ജീവിതമുണ്ടാവണം എന്ന് ശ്രീബുദ്ധനും ഗാന്ധിജിയും വിവേകാനന്ദനും തുടങ്ങി അങ്ങോളം ഇങ്ങോളം മഹാത്മാക്കൾ നമ്മളോട് ഉദ്ബോധനം ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനം യോഗശാസ്ത്രമാണ്. അഹിംസയും സത്യവും അസ്ഥേയവും ഗാന്ധിജിയുടെ അടിസ്ഥാന ജീവിത മൂല്യങ്ങളായിരുന്നു. ഒരു ജീവിയെയും മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട്
വേദനിപ്പിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശാലത നാം മനസ്സിലാക്കണം. ഇന്ന് COVID-19 ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മാനവരാശിയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് വന്നിട്ടുള്ളതിൻ്റെ കേന്ദ്രത്തെക്കുറിച്ച് പറയുന്നത് മാംസത്തിൽ നിന്നാണ്, മൃഗമാംസങ്ങളിൽ നിന്നാണ് എന്നാണ്. ഒരുപക്ഷെ ശരിയാവാം, അല്ലാവാം. എങ്കിലും മാംസാഹാരത്തിൻ്റെ, മത്സ്യാഹാരത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, മദ്യത്തിൻ്റെ, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൊണ്ട് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക. ഈ കോവിഡ് കാലത്തും മദ്യം വിളമ്പാൻ വേണ്ടിയിട്ട് പാടുപെട്ട ആളുകളെ നമുക്കറിയാം. എങ്ങനെ മദ്യശാലകൾ തുറക്കണം, മദ്യശാലകൾ തുറന്നിട്ടില്ല എങ്കിൽ എത്ര ആളുകൾ മാനസിക അസ്വാസ്ഥ്യരാവും, ആത്മഹത്യ ചെയ്യും എന്നൊക്കെ വേവലാതിപ്പെടുത്ത് വിഷമിച്ച് മദ്യശാലകൾ തുറന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ 8 ആളുകളാണ് അരുംകൊല ചെയ്യപ്പെടുന്നത്. സ്വന്തം ഉപ്പയെ ചവിട്ടിക്കൊന്നതും, അമ്മയെ കറിക്കത്തി കൊണ്ട് അരിഞ്ഞു കൊല്ലുന്നതും, കൂട്ടുകാരനെ തലക്കടിച്ച് കൊല്ലുന്നതും തുടങ്ങി എത്രയോ ഭീകരമായ മദ്യപാനികളുടെ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നാം കണ്ടത് ചാനലുകളിലൂടെ സ്വന്തം അച്ഛനെ വടികൊണ്ടടിച്ച് പാഠം പഠിപ്പിക്കുന്ന ഒരു മദ്യപാനിയെ കരഞ്ഞു വിളിച്ചുകൊണ്ട് മോനെ അടിക്കരുത് അടിക്കരുത് എന്ന് പറയുന്ന അച്ഛനെ കേരളം കണ്ടു. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് അതിൽ വിഷമമുണ്ടായി ചിന്തിച്ചു നോക്കണം. ഇവിടെയാണ് യോഗയുടെ പ്രാധാന്യം ഇരിക്കുന്നത്. കേവലം ജീവിതശൈലി രോഗങ്ങൾ മാറ്റുക എന്നുള്ളതല്ല. കുട്ടിക്കാലം മുതലേ നമ്മുടെ വീടുകളിൽ യോഗയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കണം. ഇന്ന് ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ അത് പഠിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതിനുള്ള സംവിധാനങ്ങളുണ്ടോ? ആലോചിച്ച് നോക്കേണ്ടതാണ്. മറിച്ച് ദേശീയതയിൽ അടിയുറച്ച വിദ്യാഭ്യാസ രംഗത്തുള്ളവർ, വിദ്യാഭാരതിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, കേരളത്തിൽ ഭാരതീയ വിദ്യാനികേതൻ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ യോഗ നിത്യജീവിതത്തിൽ കൊണ്ടുവരികയാണ്. അരുൺ ക്ലാസ് മുതൽ, ഇന്നത്തെ ഭാഷയിൽ LKG, അരുൺ ക്ലാസ് മുതലുള്ള കുട്ടികളിൽ സത്യവും അസ്ഥേയവും ബ്രഹ്മചര്യവും അഹിംസയും തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കാനും, ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെ പരസ്പരം ഭാവയന്ത എന്ന രീതി മനുഷ്യരും പ്രകൃതിയും തമ്മിലും പാരസ്പര്യ ഭാവമുണ്ടാവും. അങ്ങനെ പ്രപഞ്ചത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുന്ന തരത്തിലേക്ക് ഒരു ജീവിത രീതി കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അങ്ങനെയൊരു വളർച്ച ഉണ്ടാവുമ്പോഴാണ് ഇന്ന് നമ്മളെ ഭീതിപ്പെടുത്തുന്ന പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും മാനസിക വിഭ്രാന്തികളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാവുക. കോവിഡ് ബാധിച്ച് മരിച്ച നമ്മുടെ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോലും 100 കണക്കിന് വന്ന സമയത്ത് അവരിൽ പലരും ജീവിതശൈലി രോഗങ്ങൾ കടിപ്പെട്ടവരായിരുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തുടങ്ങി മനുഷ്യനെ മൃഗീയമായ രീതിയിൽ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക്, നടക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക്, ഭക്ഷണത്തിന് പകരം മരുന്ന് കഴിക്കേണ്ടുന്ന ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ച ഒരു സമ്പ്രദായം. ഇതില്ലാതിരിക്കാനായിരുന്നു ഭാരതം
യോഗശാസ്ത്രം പോലെയുള്ള ദർശനങ്ങളെ അവതരിപ്പിച്ചത്. പ്രാചീന സന്യാസി ശ്രേഷ്ഠന്മാർ വൃക്ഷകോടരങ്ങളിലും ഗുഹാന്തരങ്ങളിലും വനാന്തരങ്ങളിലും ഇരുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യമാരാഞ്ഞവരായിരുന്നു. അത്തരത്തിലുള്ള പതഞ്ജലിയെ പോലെയുള്ള സന്യാസി വര്യന്മാർ യോഗയെക്കുറിച്ച് അവതരിപ്പിച്ചത് തന്നെ മനുഷ്യകുലത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. തൻ്റെ പ്രാണനെ എങ്ങനെ ശരീരവുമായി ഇണക്കിച്ചേർത്ത് നിർത്താം, പ്രാണായാമത്തിലൂടെ എങ്ങനെ തൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കരുത്തിനെ നിലനിർത്താം, ഇത് വ്യക്തമായി തെളിയിച്ചവരായിരുന്നു ആദിശങ്കരനും ശ്രീനാരായണ ഗുരുദേവരും ചട്ടമ്പി സ്വാമികളും തുടങ്ങിയിട്ട് കേരളത്തിലുണ്ടായിരുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ. ഇന്നും ധാരാളം സന്യാസി മഠങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യോഗയിലൂടെ, ധ്യാനത്തിലൂടെ, ഭജനയിലൂടെ ഈ സമൂഹത്തിൻ്റെ വേവലാതികളെയും വേദനകളെയും ദുഃഖങ്ങളെയും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാത്മികം എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട്, അന്ധവിശ്വാസം എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാലത്ത് മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ആ ദർശനങ്ങൾ എത്രത്തോളം ക്ഷേത്ര സംസ്കാരത്തിലുണ്ട് എന്നും നമ്മുടെ വീടുകളിൽ അതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും ഇന്ന് നാം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ അഷ്ടാംഗമാർഗങ്ങളിലൂടെയുള്ള ഒരു വളർച്ച പുതിയ തലമുറയ്ക്കുണ്ടാവാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഭക്ഷണത്തിൽ, ഉറക്കിൽ, ഉണർവിൽ എങ്ങനെ പ്രകൃതിക്കനുസൃതമായിട്ട് നമുക്ക് ജീവിക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിലോ സരസ്വതി യാമത്തിലോ ഉണർന്ന് പ്രകൃതിയെ പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രകൃതിയിലൂടെ ജീവിച്ചുകൊണ്ട്, പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അന്നത്തെ പ്രാർത്ഥിച്ചുകൊണ്ട്, മറ്റുള്ളവരോട് സ്നേഹവും സഹകരണവും കാണിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കാതെ, അതിരുകൾ കയ്യേറാൻ ശ്രമിക്കാതെ, ഓരോ രാഷ്ട്രവും, ഓരോ കുടുംബവും, ഓരോ വ്യക്തിയും വളരുമ്പോഴാണ് സമഗ്രമായ മാനവികതയുണ്ടാവുന്നത്. ഈ മാനവികതയിലേക്കുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ യോഗശാസ്ത്രത്തിലൂടെ നടക്കേണ്ടത്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഇത്തരത്തിലൊരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ജീവിതത്തിൽ യോഗയ്ക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സമാജ തലത്തിലും സമഗ്രമായ ഒരു പരിവർത്തനമുണ്ടാവും. ഈ പരിവർത്തനം വിദ്യാഭ്യാസ രംഗത്തിലൂടെയും പൊതുജനാരോഗ്യ മേഖലകളിലൂടെയും നടപ്പാവേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ COVID-19 കാലത്ത് യോഗ കേന്ദ്രങ്ങളും ജിംനാസ്റ്റിക് കേന്ദ്രങ്ങളും അടഞ്ഞുകിടക്കുമ്പോൾ ഒരർത്ഥത്തിൽ അവയല്ല അടഞ്ഞു കിടക്കേണ്ടത്, അവ തുറന്നു കിടക്കേണ്ടതും നിയമാനുസൃതമായ അകലങ്ങൾ പാലിച്ചുകൊണ്ട് നിയമനിബന്ധനകൾക്ക് അനുസൃതമായിക്കൊണ്ട് യോഗ പരിശീലനങ്ങളും ശാരീരിക വ്യായാമ പരിശീലനങ്ങളും നടക്കുകയാണ് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും വീടുകളിൽ ഇത് ആചരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പതഞ്ജലിയുടെ കാഴ്ചപ്പാട് ലോകോത്തരമായി വളർത്തിക്കൊണ്ട് മാനവകുലത്തിന് ശാന്തിയും സമാധാനവും നൽകുന്ന സമഗ്രമായ ഒരു പദ്ധതിയാണ് ഈ അഷ്ടാംഗമാർഗമെന്ന്, അതിലെ ഭക്ഷണക്രമങ്ങൾ, അതിലെ പൂർണ്ണമായിട്ടുള്ള ജീവിതക്രമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ലളിതമായ ജീവിതത്തിലേക്ക്, സരളമായ ജീവിതത്തിലേക്ക്
അച്ചടക്കത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ഇന്ദ്രിയ നിഗ്രഹത്തോടുകൂടി നമ്മുടെ വളർച്ച ഈശ്വര വിചാരത്തിലേക്ക് സമഗ്രമായി ഉയരേണ്ടതുണ്ട്. ഊർജ്ജസ്വലതയോടെ, ഔചിത്യബോധത്തോടെ, ഐക്യത്തോടുകൂടി ലോകം നിലനിൽക്കേണ്ടതുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യോഗദിനത്തിൽ അത്തരത്തിലൊരു ചിന്ത ഉടലെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.